ഈ അടുത്തിടയ്ക്ക് വന്ന നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷന്റെ റിപ്പോർട്ടിൽ പറയുകയുണ്ടായി, സ്ത്രീകൾ സെക്ഷുവലി യൂസ് ചെയ്യപ്പെടുന്നു, ചൂഷണം ചെയ്യപ്പെടുന്നു കസ്റ്റഡി കാലയളവിൽ അല്ലെങ്കിൽ ജയിൽ കാലയളവിൽ എന്നൊക്കെയുള്ളൊരു NHRC റിപ്പോർട്ട് വരികയുണ്ടായി. കൂടുതലും പ്രതിപാദിച്ചിരുന്നത് മഹാരാഷ്ട്ര, നാഗ്പൂർ കേസുകൾ, തമിഴ്നാട് കേസുകളൊക്കെയാണ് റിപ്പോർട്ടിൽ കൂടുതലും സ്പെസിഫിക്കലി പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇത്തരത്തിൽ ജയിലിനുള്ളിൽ സ്ത്രീകൾ നേരിടുന്ന ചൂഷണത്തെ അവർ സത്യത്തിൽ കുറ്റവാളികളായിക്കൊള്ളട്ടെ അല്ലെങ്കിൽ ഒരുപക്ഷെ തെളിവുകളുടെ അഭാവം മൂലമോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള അവരുടേതല്ലാത്ത തെറ്റുകൾ കൊണ്ടോ ഈ ഒരു അവസ്ഥയിൽ വന്നു പെട്ടവരായിക്കൊള്ളട്ടെ, പക്ഷേ ഒരു സ്ത്രീ ചൂഷണത്തിന് വിധേയയാവുകയാണ്. എങ്ങനെയാണ് മാഡം പ്രതിനിധീകരിക്കുന്ന സ്ഥാപനത്തിന് ഇന്റർവീൻ ചെയ്യാൻ സാധിക്കുന്നത്? ഇത്തരത്തിലുള്ള റിപ്പോർട്ട് എങ്ങനെ അറിയാൻ പറ്റും? അതായത് കമ്മീഷന് ഈ ജയിൽ സന്ദർശിക്കാം എപ്പോൾ വേണമെങ്കിലും, സഡൻ നമുക്ക് അതിന് റൈറ്റ് തന്നിട്ടുണ്ട്. അപ്പം നമ്മൾ സന്ദർശിക്കുമ്പോൾ ഇവിടെ സംസാരിക്കുമ്പോഴാണ് ഇവരുടെ പ്രശ്നങ്ങൾ നമ്മൾ അറിയുക. അതിനേക്കാൾ മുമ്പ് ഞാൻ പറഞ്ഞു, ഞങ്ങൾ ഇവരുടെ പ്രശ്നങ്ങൾ പഠിക്കാൻ വേണ്ടി പ്രത്യേകം ഒരു മേജർ സ്റ്റഡി നടത്തുന്നു. അപ്പോൾ അവരോട് സംസാരിക്കുമ്പോൾ അവർ ജയിലിൽ ആയിരുന്നപ്പോൾ അനുഭവിച്ച പ്രശ്നങ്ങൾ അവർ തുറന്നു പറയും. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ കറക്റ്റായിട്ടുള്ള ഒരു വിവരം നമുക്ക് കിട്ടുമ്പോഴാണ് ആ അപര്യാപ്തത നമുക്ക് ഗവൺമെന്റിനെ ബോധ്യപ്പെടുത്താൻ കഴിയും. പൊതുവിൽ ഇത്തരത്തിലുള്ള സ്ത്രീകൾ നേരിട്ടിട്ടുള്ള പ്രശ്നങ്ങൾ എന്തെല്ലാമാണ് മാഡം സ്റ്റഡി റിപ്പോർട്ട് നമുക്ക് വന്നിട്ടില്ല. അത് നമ്മൾ സ്റ്റഡിയാണ്, 2 മാസമേ ആയിട്ടുള്ളൂ അതിന് നമ്മൾ കൊടുത്തിട്ട്. അപ്പോൾ അത് വലിയൊരു സ്റ്റഡിയാണ്. കുറച്ച് കാര്യങ്ങൾ ഒന്നാമത് ആളുകളെ കണ്ടെത്താൻ ബുദ്ധിമുട്ടുണ്ടെന്നാണ് അവർ പറഞ്ഞത്. കാരണം ആരും പറയത്തില്ലല്ലോ. അപ്പോൾ നമ്മൾ ജയിലിൽ നിന്ന് അവർ ഡാറ്റ എടുത്താൽ പോലും നമ്മളൊരു അന്വേഷിച്ച് ചെല്ലുമ്പോൾ അവർ സഹകരിക്കാൻ വളരെ വിമുഖത കാണിക്കുന്നുണ്ട്. ഒരുപക്ഷെ പോയപ്പോഴത്തെ അഡ്രസ്സ് തിരിച്ചു വരുമ്പോൾ അവർക്ക് പ്രാപ്യമല്ലായിരിക്കും, ആ വീട്ടിലേക്ക് അവർക്ക് ഒരു അക്സെപ്റ്റൻസ് ഉണ്ടാവില്ലായിരിക്കും. പറഞ്ഞ നമ്മുടെ കേരളത്തിൽ അത്തരത്തിലൊരു സെക്ഷൽ ചൂഷണം ഇപ്പോൾ ജയിലിനകത്ത് നടക്കുന്നുണ്ടോ എന്നുള്ളത് വെളിയിൽ നമ്മൾ അറിഞ്ഞിട്ടില്ല. അപ്പോൾ അവർ ചൂഷണത്തിന് വിധേയമാകുന്നുണ്ടെങ്കിൽ അത് ഏതാണെന്നുള്ളതും അത് കണ്ടെത്തുകയും അതവിടെ സ്റ്റോപ്പ് ചെയ്യാനും മോണിറ്റർ ചെയ്യാനും പ്രത്യേക ഉദ്യോഗസ്ഥയോ അങ്ങനെ അതിനുവേണ്ടി മാത്രം നമ്മൾ ചിലപ്പോൾ നിയമിക്കേണ്ടി വന്നേക്കാം. അതിൻ്റെ ഉള്ളിലുള്ള ഫെസിലിറ്റീസിനെ കുറിച്ച് കൃത്യമായ വിവരം നമുക്ക് ലഭിക്കും. അപ്പോൾ തീർച്ചയായും അത് മീഡിയയ്ക്ക് ഞങ്ങൾ തരുന്നുണ്ട്. കാരണം ആ സ്റ്റഡിയിലൂടെയാണ് അവർ ജയിലിൽ കിടന്നപ്പോൾ എന്തൊക്കെ സഹിച്ചു അല്ലെങ്കിൽ എന്തൊക്കെ മെൻ്റൽ ഫിസിക്കൽ ടോർച്ചർ സഹിച്ചു എന്നതിനെക്കുറിച്ച് കൃത്യമായ വിവരങ്ങൾ നമുക്ക് ലഭിക്കുമ്പോഴാണ് ആ ഡാറ്റാബേസിൽ നമുക്ക് അതിനെക്കുറിച്ച് പറയാൻ കഴിയുക. പ്രത്യക്ഷത്തിൽ ഇപ്പോൾ നമ്മുടെ ജയിലുകളിൽ ഇത്തരത്തിലുള്ള ഒരു സെക്ഷൽ അബ്യൂസ്മെന്റ് നടക്കുന്നുണ്ടോ എന്നതിനെക്കുറിച്ച് പ്രത്യക്ഷത്തിലൊരു വിവരം കമ്മീഷൻ തമിഴ്നാട്, മഹാരാഷ്ട്രയാണ്. കേരളത്തെ കുറിച്ച് അങ്ങനെ ഒരു അബ്യൂസിനെ കുറിച്ചിട്ട് അങ്ങനെ നിലവിലുണ്ട് എന്നുള്ളത് എനിക്ക് തോന്നുന്നില്ല, കിട്ടിയിട്ടില്ല. മേ ബി ഉണ്ടെങ്കിൽ നമുക്ക് ഈ സ്റ്റഡിയോട് കിട്ടും തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. നമ്മൾ ഈ പറഞ്ഞ വിഷയത്തിൻ്റെ കണ്ടിന്യൂഷനായിട്ട് തന്നെ മാഡത്തിൻ്റെ ഏരിയയിൽ നിന്ന് നമ്മൾ ചോദിക്കുമ്പോൾ ഇത്തരത്തിൽ ജയിലിൽ അകപ്പെടുന്ന സ്ത്രീകൾ അവരുടെ ഒരു മാനസിക അവസ്ഥ അതിനെ എങ്ങനെയാണ് ഒരു സൈക്കോളജിസ്റ്റ് എന്നുള്ള നിലയ്ക്ക്, ഒരു വുമൻ സെൽ പ്രവർത്തക എന്നുള്ള നിലയ്ക്ക് അഡ്രസ്സ് ചെയ്യാൻ സാധിക്കുന്നത്? നമ്മുടെ ജയിലെന്ന് പറയുന്ന കൺസെപ്റ്റ്, ഒരു മനുഷ്യന് ഏറ്റവും അധികം വേണ്ടത് സ്വാതന്ത്ര്യം. നമ്മൾ ജയിലിൽ ആരോപിതയായി ജയിലിലേക്ക് പോകുമ്പോൾ നമുക്ക് ഹനിക്കപ്പെടുന്നത് സ്വാതന്ത്ര്യമാണ്. നമ്മൾ പറയും ബന്ധുരകാഞ്ചന കൂട്ടിലാണെങ്കിലും ബന്ധനം തന്നെ പാരിൽ. അപ്പം ഈ ഒരു ബന്ധനത്തിലോട്ട് വരുമ്പോൾ ആദ്യം അതിനകത്തോട്ട് ഈ നേരത്തെ മാഡം പറഞ്ഞതുപോലെ കുറ്റം ചെയ്ത് ഞാൻ ശിക്ഷിക്കപ്പെടും എന്നുള്ളൊരു മാനസികാവസ്ഥയല്ല. പിന്നെ കുറേ ട്രയലിൻ്റെ ടൈമും ഒക്കെ ആകുമ്പോഴത്തേക്കും അവൾക്ക് മനസ്സിലാവും ഞാൻ ഇനി അങ്ങോട്ടാണ്. പക്ഷെ അതിനകത്ത് അകപ്പെടുമ്പോഴത്തേക്കും ആകെപ്പാടെ ഒരു കൺഫ്യൂഷനാണ്, ഒരു ഡിപ്രസ്ഡ് സ്റ്റേജ്, ആരും ഇല്ലാത്ത എൻ്റെ എന്ന് പറയുന്ന ആൾക്കാരെല്ലാം ഇല്ലാത്തൊരവസ്ഥയിലേക്ക് എത്തപ്പെടുന്നു. നിയമപാലകരും പിന്നെ ഇതേപോലെ തന്നെ കുറ്റാരോപിതരായ അല്ലെങ്കിൽ അത്തരത്തിൽ കുറ്റം ചെയ്ത് ആൾക്കാരാണ് ഉള്ളത്. അപ്പോൾ അവരുമായിട്ടുള്ള അഡ്ജസ്റ്റ്മെൻറ്റ് പ്രോബ്ലംസ് അവിടെ ഒരുപാടുണ്ടാവും. അപ്പോൾ പേഴ്സണാലിറ്റി ഡീവിയേഷൻസ് ഉള്ളവരും അങ്ങനെയൊക്കെ ഉള്ള ഒരുപാട് പേരുണ്ട്. പിന്നെ മാനസിക പ്രശ്നമായിട്ട് കുറ്റം ചെയ്തവരെ മാറ്റിപ്പാർപ്പിക്കുന്നത് നമ്മുടെ മെൻ്റൽ ഹെൽത്ത് സെൻറ്ററിലൊക്കെ ആണെങ്കിലും അത് ഐഡൻറ്റിഫൈ ചെയ്യാത്ത ആൾക്കാർ അതിനകത്തുണ്ട്. അപ്പോൾ അവരുടെ ഭാഗത്തു നിന്നുള്ള ബുദ്ധിമുട്ടുകളുണ്ടാവും. അഡ്ജസ്റ്റ്മെൻറ്റ് പ്രോബ്ലംസ് നന്നായിട്ടുണ്ടാകും. അവിടെ എങ്ങനെ ആദ്യം എത്തപ്പെടുന്ന സമയത്തിൽ വളരെയധികം കൺഫ്യൂസ്ഡും അങ്ങനെയൊക്കെ ആയിരിക്കും. അഡ്ജസ്റ്റഡ് ആയി കഴിയുമ്പോൾ കൂടുതലും കാണപ്പെടുന്നത് ഈ എല്ലാവരും ഒരുമിച്ച് ഇപ്പം ഒരേ തൂവൽ പക്ഷികൾ എന്നുള്ളൊരു ലെവലിൽ എല്ലാവരും ഒരുമിച്ചിരുന്ന് സംസാരം ഇത് ഒക്കെ വരുമ്പോൾ പിന്നെയും ക്രൈംസിലോട്ട് പോകാൻ അല്ലെങ്കിൽ ഇന്നത് ഞാൻ ചെയ്തു കൂടുതലും ആ ഒരു ലെവലിലോട്ട് പോകാനുള്ള, ഇപ്പം മർഡറോ അങ്ങനെ അല്ലെങ്കിൽ സാഹചര്യങ്ങൾ കൊണ്ട് തെറ്റ് ചെയ്തവരോ അങ്ങനെ ആവണം എന്നില്ല. അതിൻ്റെ ഒരു ഇൻക്ലിനേഷൻ അതിനകത്ത് ഒരു ക്രൈമിൻ്റെ ഒരു ഇത് നമ്മുടെ ഉള്ളിൽ ഉള്ളവരാണെങ്കിൽ അത് കുറേ കൂടെ എക്സ്പോഷർ ഇപ്പം എന്നെക്കാളും വലിയ നമ്മളെപ്പോഴും പറയും നമ്മളെക്കാളും വലിയ ഇപ്പം കുട്ടികൾ മാർക്ക് കുറഞ്ഞു വന്നാൽ പറയും എന്നെക്കാളും കുറവ് മാർക്കുള്ള കുട്ടി ഇത്രയും ഉണ്ടായിരുന്നു. ഒരു കമ്പാരിസൺ ലെവലിൽ അവിടെ ചിലപ്പോൾ എന്നെക്കാളും വലിയ പുള്ളികളും ഇവിടെ ഉണ്ട് അപ്പം ഞാൻ ചെയ്തത് അങ്ങനെ ആ ഒരു ലെവലിലോട്ടും പോകാം. അപ്പോൾ അതിന് മാഡം പറഞ്ഞ
പോലെ ഇൻ്റർവെൻഷൻ, ആർക്കും സംസാരിക്കാൻ, കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ടൈം ഇല്ലാത്ത ഒരു കാലഘട്ടം. അപ്പോൾ അവിടെ അവരോട് സംസാരിക്കാനും അവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കാനും അത്തരത്തിലുള്ള വ്യക്തികളുടെ സാന്നിധ്യമുണ്ടോ വേണം. അവിടെ കുറവാണ്. പുറത്ത് നിന്ന് ഇപ്പോൾ പാരാലീഗൽ വോളണ്ടിയേഴ്സൊക്കെ പോയിട്ട് അവരുമായിട്ട് സംസാരിച്ച് വരുന്ന ആ ഒരു ഇതുണ്ട്. പിന്നെ പ്രിവെൻറ്റീവ് ഓഫീസേഴ്സ് ഉണ്ട്. അപ്പോൾ അവരൊക്കെയാണ് അതിനകത്ത് കൂടുതലായിട്ടും ഇടപെട്ട് നോക്കും. അവരൊക്കെ മോണിറ്റർ ചെയ്തിട്ട് നല്ല നടപ്പൊക്കെ ഉള്ളവരാണെങ്കിൽ അവരുടെ ആ ശിക്ഷയുടെ കാലാവധി കുറച്ച് അവരെ പുറത്തോട്ട് ഇറക്കുന്ന ആ ഒരു വ്യവസ്ഥയാണ്. പക്ഷെ കാലാവധി കഴിയുമ്പോഴും അവിടെ ഒരു വലിയ ചോദ്യമുണ്ട്. സ്ത്രീകളാവുന്നത് കൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടുമുള്ള രണ്ടവസ്ഥകളാണ് മെൻസ്ട്രേഷൻ കാലഘട്ടവും അതിനുള്ള ഒരു കാര്യങ്ങളും, അതുപോലെ തന്നെ പ്രഗ്നൻ്റ് ആയിട്ടുള്ള സ്ത്രീകൾ കൺവിക്റ്റഡ് ആയി വരുന്ന അവസരങ്ങൾ. ഇപ്പോൾ ഒരു പക്ഷേ പ്രസവം, കുട്ടിയുടെ വളർച്ച, ഇതെല്ലാം ജയിൽ മതിലുകൾക്കുള്ളിലാവുന്ന ഒരു അവസ്ഥ ഉണ്ടാവാറുണ്ട്. ഈ ഒരു സ്റ്റേറ്റസിനെ അല്ലെങ്കിൽ ഈ ഒരു കാലയളവിനെ നമ്മുടെ ലീഗൽ സിസ്റ്റം എങ്ങനെയാണ് അഡ്രസ്സ് ചെയ്യുന്നത്, മാനേജ് ചെയ്യുന്നത്? പ്രഗ്നൻ്റ് ആയിട്ടുള്ള സ്ത്രീകൾക്ക് ഒരു ലീനിയൻസി ഉണ്ട്. കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഗവൺമെൻറ് തന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനകത്തൊരു ഭയങ്കര ലീഗൽ ഇഷ്യൂ ആണ്. പ്രഗ്നൻ്റ് ആയിട്ടുള്ള ലേഡി ഒരു 8 മാസം 7 മാസം ഒക്കെ ആകുമ്പോഴത്തേക്ക് എന്തിനാ കുട്ടിയെ ശിക്ഷിക്കുന്നു, അമ്മയെ മാത്രം ശിക്ഷിച്ചാൽ പോരെ? അതൊരു ക്വസ്റ്റ്യനാണ്, വലിയ ലീഗൽ ഇഷ്യൂസാണ്. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് അപ്പീൽ ചെന്ന് പ്രഗ്നൻ്റ് ആയിട്ടുള്ള ലേഡിക്ക് എപ്പോഴും ഒരു ലീനിയൻസ് കാണും. സർക്കാർ തന്നെ ഒരു ഇളവൊക്കെ ചെയ്ത് കൊടുക്കും. അല്ലാത്ത ലേഡിക്ക് മുലയൂട്ടുന്ന കുട്ടികൾക്ക് അവിടെ താമസിക്കുന്നുള്ള ഫെസിലിറ്റി ഉണ്ട്. പിന്നെ ഗവൺമെൻറ് തന്നെ ഇതിന് കൂടുതൽ ഫെസിലിറ്റി പ്രൊവൈഡ് ചെയ്യണം. ഈ 3 വയസ്സുള്ള കുട്ടി 6 വയസ്സുള്ള കുട്ടിയൊക്കെ ജയിലിൽ കൊണ്ടുവരുമ്പോഴത്തേക്കും അവർക്ക് ഈ ജയിലിലെ ബുദ്ധിമുട്ട് പിള്ളേർക്ക് എഫക്റ്റ് ചെയ്യാതെ ഇരിക്കത്തക്ക വിധത്തിലുള്ള നടപടികൾ ഗവൺമെൻറ് സ്വീകരിക്കണം. അതൊന്നും ഇപ്പം നോക്കുന്നില്ല. ജസ്റ്റ് ബോസ്റ്റൽ സ്കൂളിൽ പിള്ളേർ ജീവിക്കുന്നത് പോലെയാണ് ഇപ്പോഴത്തെ കണ്ടീഷനിൽ ജീവിക്കുന്നത്. അതുകൊണ്ട് കുഞ്ഞുങ്ങൾക്ക് എത്ര കാലം അമ്മമാരുടെ കൂടെ തുടരാൻ സാധിക്കും നമ്മളുടെ വ്യവസ്ഥയിൽ? മുലയൂട്ടുന്ന പ്രായത്തിലാണ് സാധാരണ അമ്മമാർ കുട്ടികളെ കൊണ്ടുപോകുന്നത്. അത് കഴിയുമ്പോൾ സെപ്പറേറ്റ് ആകുവാണ് ചെയ്യുന്നത്. എനിക്ക് തോന്നുന്നു 6 വയസ്സ് വരെ പ്രായമുള്ള കുഞ്ഞുങ്ങൾക്ക് കൂടെ നിൽക്കാം, അത് മുലയൂട്ടുന്ന കാലഘട്ടം, പിന്നീട് കുറച്ചു കാലം നഴ്സറി കാലഘട്ടം, ഇങ്ങനെ 2 കാലഘട്ടമായി തിരിച്ചുകൊണ്ട് കൂടെ നിൽക്കാം. അതിനുശേഷം ഈ കുഞ്ഞുങ്ങളെ ഒരു പക്ഷേ ഒരു ജീവപര്യന്തത്തിനോ മറ്റോ വിധിച്ചിട്ടുള്ള അമ്മമാരാണെങ്കിൽ ഈ കുഞ്ഞുങ്ങളുടെ ഉത്തരവാദിത്തം താമസിപ്പിക്കുകയല്ല, ഇടയ്ക്കിടയ്ക്ക് കാണാനുള്ള ഫെസിലിറ്റി മാത്രമേ കൊടുക്കുകയുള്ളൂ. അല്ലെങ്കിൽ ഇനി വേറെ ആരും അന്വേഷിക്കാനില്ല എന്ന് വന്നു കണ്ടു കഴിഞ്ഞാൽ അതിന് പ്രത്യേക ഇതുണ്ട്. ചിൽഡ്രൻസ് ഹോമില് അല്ലെങ്കിൽ സിസ്റ്റേഴ്സ് നടത്തുന്ന പല സ്ഥാപനങ്ങളുണ്ട്, അങ്ങോട്ട് പിള്ളേരെ വിടുകയാണ് ചെയ്യണത്. അല്ലാണ്ട് ആരും നോക്കാനില്ലാത്തപ്പം അങ്ങനെ ജയിലിൽ താമസിക്കുന്ന ഫെസിലിറ്റി. ഈ വിഷയത്തെ കുറിച്ച് മാഡത്തിന് ഇടയ്ക്ക് കൂടുതൽ അറിയുകയാണെങ്കിൽ ഇത്തരത്തിൽ ജയിലിൽ താമസിക്കുമ്പോൾ അമ്മമാരായി പ്രസവിച്ചിട്ടുള്ള സ്ത്രീകൾ, അവരുടെ കുഞ്ഞുങ്ങൾ, അവരെ എങ്ങനെയാണ് നമ്മളുടെ ഓർഗനൈസേഷൻസും ഈ പറഞ്ഞ വോളണ്ടറി ഓർഗനൈസേഷൻസ് ഉണ്ടാവും, ഗവൺമെന്റൽ ഓർഗനൈസേഷൻസ് ഉണ്ടാവും, ഇവരുടെ ഉത്തരവാദിത്തം എങ്ങനെയാണ് ടേക്കപ്പ് ചെയ്യുന്നത്? അവർ ഈ കുട്ടികളെ മുലയൂട്ടൽ പ്രായം കഴിഞ്ഞു കഴിഞ്ഞാൽ പരമാവധി നമ്മൾ ഈ കുട്ടികൾ ജയിൽ സാഹചര്യത്തിലൂടെ കാണാതിരിക്കുക, അനുഭവിക്കാതിരിക്കുകയാണ് നല്ലത്. കാരണം അവർ ആ പ്രായത്തിൽ ഇത്തരം സാഹചര്യങ്ങളിലൂടെ കടന്നു വരുന്നത് അവരുടെ സ്വാഭാവികമായിട്ട് അവരെ സേഫായ ഷെൽട്ടർ ഹോമുകളുണ്ട്, സർക്കാരിൻ്റെ സാമൂഹ്യക്ഷേമ വകുപ്പ് നടത്തുന്നതുണ്ട്, അല്ലെങ്കിൽ നിർഭയസിലേക്ക് അതൊക്കെ പോകുന്നില്ല, അല്ലെങ്കിൽ മറ്റ് ഇത്തരം പ്രൈവറ്റ് സ്ഥാപനങ്ങൾ നടത്തുന്നുണ്ട്. അത്തരം സ്ഥാപനങ്ങളിലേക്ക് മാറ്റി പാർപ്പിച്ചുകൊണ്ട് അവരെ അമ്മയെ കാണാനുള്ള സാഹചര്യം ഒരുക്കിക്കൊണ്ടാണ് പോകുന്നത്. അത്തരം ഫെസിലിറ്റീസ് സർക്കാർ ഒരുക്കിയിട്ടുണ്ട്. അത് കുട്ടികളെ താമസിപ്പിക്കാനുള്ള സാഹചര്യങ്ങൾ പര്യാപ്തമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ മാഡം പറഞ്ഞതുപോലെ ജയിലിൻ്റെ അറ്റ്മോസ്ഫിയറിൽ നിന്ന് മാറി നിന്നുകൊണ്ട് അമ്മയും കുട്ടിയും തമ്മിലുള്ള ഇൻട്രാക്ഷൻ നടത്താനുള്ള സാഹചര്യം അത്രയും പര്യാപ്തമായിട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നു. കാരണം അവരെ അമ്മ ജയിലിൽ ഒരു സാഹചര്യത്തിൽ കാണുമ്പോൾ കുഞ്ഞിനുണ്ടാകുന്ന ഒരു ചിത്രം വേറെയാണല്ലോ. ജയിലിൽ നിന്ന് പുറത്തേക്ക് വരുന്നൊരു സ്ത്രീ, അവൾക്ക് സമൂഹത്തിൽ സ്വീകാര്യത തെല്ലുമില്ല എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും. ആ സോഷ്യൽ സ്റ്റിഗ്മയെ എങ്ങനെയാണ് ഓവർകം ചെയ്യാൻ സാധിക്കുക? അതൊരു വലിയ ബുദ്ധിമുട്ടുള്ള സാഹചര്യമാണ്. സ്ത്രീകൾ പുറത്ത് വന്നു കഴിയുമ്പം അകത്ത് കിടക്കുമ്പോൾ അത്ര ചിന്തിക്കുന്നില്ല. പുറത്ത് വന്നു കഴിയുമ്പോൾ സൊസൈറ്റി തന്നെ, അവരുടെ കുടുംബത്തിലുള്ള ആൾക്കാർ തന്നെ അവരെ അക്സെപ്റ്റ് ചെയ്യാനായിട്ട്, ഈവൻ ജെൻസിൻ്റെ കാര്യത്തിൽ ഈ 10 വർഷം 12 വർഷം അകത്ത് കിടന്നു കഴിഞ്ഞാൽ ഭാര്യയും കുഞ്ഞുങ്ങളും വേറെ ആൾക്കാരുടെ കൂടെ പോയ സാഹചര്യങ്ങൾ ഇഷ്ടം പോലെ ഉണ്ട്. അപ്പം ഒരു സ്ത്രീയെ ഒന്ന് ആലോചിച്ച് നോക്കുക. സ്ത്രീ അകത്ത് കിടന്നിട്ട് ചിലപ്പം ആണുങ്ങളായിരിക്കും, കുടുംബത്തിലുള്ള എന്തെങ്കിലും സാഹചര്യമായിരിക്കും ഇതിന് ഇവളെ അകത്ത് വിടേണ്ട സാഹചര്യം വന്നത്. പക്ഷെ എന്ന് വന്നാലും പുറത്ത് വന്നു കഴിയുമ്പോൾ സൊസൈറ്റി അവരെ അക്സെപ്റ്റ് ചെയ്യുക. അതുകൊണ്ട് തന്നെയാണ് ഈ റീഹാബിലിറ്റേഷൻ ആവശ്യമാണെന്ന് പറയുന്നത്. ജയിലിൽ കിടക്കുന്ന സ്ത്രീകളെ ഒന്നെങ്കിൽ തയ്യൽ പഠിപ്പിക്കുക, ഡ്രൈവിങ് പഠിപ്പിക്കുക, കുക്കിംഗ് പഠിപ്പിക്കുക, ഇങ്ങനെ പലതരത്തിലുള്ള റീഹാബിലിറ്റേഷൻ അവരെ പലതും പഠിപ്പിച്ചെടുക്കണം. അതുകൊണ്ട് അവരെന്നെ ചെയ്യും, പുറത്ത് വന്നു കഴിയുമ്പോൾ സ്വന്തം ഒരു ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് കൊടുക്കാനുള്ള സംവിധാനം കൂടി വേണ്ടി. അവർക്ക് സ്വന്തമായിട്ട് പണമില്ലല്ലോ, എനിക്ക് തയ്യൽ അറിയാം,
ജയിലിൽ നിന്ന് ഇറങ്ങുമ്പോൾ അല്ലെങ്കിൽ എനിക്ക് ഡ്രൈവിംഗ് അറിയാം, പക്ഷെ ഞാൻ പുറത്തിറങ്ങുമ്പോൾ എനിക്ക് അതിനുള്ളൊരു ഒരു ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് കൂടി റീഹാബിലിറ്റേഷൻ എന്നുള്ളൊരു ഘടകത്തിലേക്കാണ് നമ്മൾ എത്തുന്നത്. നമ്മളിപ്പോൾ പറഞ്ഞുകൊണ്ടിരുന്നത് സോഷ്യൽ സ്റ്റിഗ്മ എന്നുള്ളൊരു എലമെന്റ് ആണ്. ഇത്തരത്തിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ നിശ്ചയമായും ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമാണ് ഈ അമ്മമാരുടെ മക്കളെ കുറിച്ച്. നമ്മൾ നേരത്തെ പറഞ്ഞു നിർത്തിയിരുന്നു, ഒരുപക്ഷെ അമ്മയുടെ കെയറും കൺസേണും ഇല്ലാതെ വരുന്ന ആ കുട്ടിയുടെ അമ്മ ജയിലിൽ കിടന്നു, ഇങ്ങനെ ഒരു സ്റ്റിഗ്മ പിള്ളേർക്ക് എപ്പോഴും വരും. ആ കുട്ടിക്ക് ഉണ്ടാവും. ഇത്തരത്തിലുണ്ടാവുന്ന അമ്മ ചെയ്തു വെച്ച കർമ്മത്തിന്റെ ഫലമായി അല്ലെങ്കിൽ ചെയ്തു എന്ന് പറയപ്പെടുന്ന കർമ്മത്തിന്റെ ഫലമായി കുട്ടികളുടെ ഭാവിയും വേറൊരു ദിശയിലേക്ക് പോകുന്നതായി തോന്നുന്നുണ്ട്. കുട്ടികളിലും ഒരു ക്യാരക്ടർ ഡീവിയേഷൻ സംഭവിക്കുന്നുണ്ട്. തോന്നിയിട്ടുണ്ട്. കൂടുതലും ആ ഒരു ലെവലിലേക്ക് തന്നെയാണ് കാരണം കളിയാക്കലുകൾ പഠിക്കുമ്പോൾ തന്നെ ആവർത്തിക്കപ്പെടുന്ന ഒരവസ്ഥ. ആ പിള്ളേർ അരഗന്റ് ആയിട്ട് തീരും. അങ്ങനെ ഒരുപാട് കളിയാക്കിച്ച് കഴിഞ്ഞാൽ അവർ പ്രതിരോധിക്കുമ്പോൾ അവരും ഒരു ക്രിമിനൽ വാസനയിലേക്കാണ് പോകുന്നത്. നിഷേധാത്മക ചിന്ത ആ സ്വഭാവത്തിലേക്ക് വരും. ആന്റി സോഷ്യൽ എലിമെന്റ് പിന്നെ അവര് സൈക്കോളജിക്കലി ഒരുപാട് എഫക്ട് ചെയ്യും. ചിലപ്പോൾ മൂഡ് ഒരു ഭയങ്കര ഡിപ്രസ്ഡ് ആയിരിക്കും. അങ്ങനെ പല സാഹചര്യങ്ങളും വരും പിള്ളേരുടെ കാര്യത്തിലും. ഒരു സ്ത്രീയാണ് പ്രതിക്കൂട്ടിൽ നിൽക്കുന്നതെങ്കിൽ എത്രത്തോളം ഫാമിലി സപ്പോർട്ട് അവിടെ ഉണ്ട്? മാഡം ഒട്ടനവധി കേസുകൾ ഹാൻഡിൽ ചെയ്യുന്ന, കേസുകൾ വിറ്റ്നസ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. എത്രത്തോളം സപ്പോർട്ട് ഫാമിലിയിൽ നിന്ന് കിട്ടുന്നുണ്ട്? ഒരു ട്രയലിൻ്റെ സമയത്ത് ഫാമിലി നല്ലപോലെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഫാമിലി അല്ലെങ്കിൽ കൂടെ ഉള്ള ആൾക്കാർ ട്രയലിൻ്റെ സമയത്ത് അവർ അക്വിറ്റ് ചെയ്യത്തക്ക വിധത്തിലുള്ള സപ്പോർട്ടുകളൊക്കെ ഒരുവിധം ചെയ്യുന്നുണ്ട്. 100% ഉണ്ടെന്ന് പറയാൻ പറ്റില്ല. ചിലരുണ്ട് ഒരു സഹായം കിട്ടാതെ ആ ചെയ്ത കൃത്യം കഴിഞ്ഞ് കഴിഞ്ഞപ്പം ഇവരെ തന്നെ ആക്കിയിട്ട് പോകുന്ന സാഹചര്യങ്ങളുണ്ട്. പക്ഷേ പല കേസിനകത്തും സപ്പോർട്ട് ചെയ്യാറുണ്ട്. പേരൻസ് അല്ലെങ്കിൽ ഹസ്ബൻഡ് അല്ലെങ്കിൽ ആൾക്കാരെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് കൺവിക്ഷൻ വരുന്നോടം വരെ. കൺവിക്ഷൻ കഴിഞ്ഞിട്ട് നെഗ്ലക്റ്റ് ചെയ്യുന്ന പല സാഹചര്യത്തിലാണ്, പല തരത്തിലാണ് നെഗ്ലക്റ്റ് ചെയ്യുന്ന ആൾക്കാരുമുണ്ട്.